9 ദിവസത്തെ ദുരിതപൂർണമായ ജീവിതത്തിനു ശേഷം മലയാളി സന്യാസിനിമാർ ജയിലിന് പുറത്ത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സന്യാസിനിമാർ ഉപാധികളോടെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് പുറത്തിറങ്ങിയത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഇടത് എംപിമാരും MLA-മാരും BJP നേതാക്കളും ജയിലിന് മുന്നിൽ സന്യാസിനിമാരെ സ്വീകരിക്കുന്നതിനായി എത്തിയിരുന്നു. ഇരുവരുടെയും ബന്ധുക്കളും മറ്റ് സന്യാസിനിമാരും സ്ഥലത്തുണ്ടായിരുന്നു. ഭരണഘടന അനുകൂല മുദ്രാവാക്യം മുഴക്കിയാണ് ഇവർ സന്യാസിനിമാരെ എതിരേറ്റത്. വ്യാജ ആരോപണത്തെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട ഇരുവരും ദർഗിലെ ജയിലിലായിരുന്നു ഇതുവരെ. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതി ഇന്നാണ് ഇവർക്ക് ജാമ്യം നൽകിയത്. അറസ്റ്റിലായി 9 ദിവസത്തിന് ശേഷമായിരുന്നു ഇത്. ജാമ്യം ലഭിച്ചതിൽ സന്തോഷം പങ്കുവെക്കുന്നതിനായി നിരവധി പേരാണ് ജയിലിലേക്ക് എത്തിയത്. പുറത്തിറങ്ങിയ സന്യാസിനിമാർ സമീപത്തെ സന്യാസിനി മഠത്തിലേക്കാണ് പോകുന്നത്. ഇവിടെയായിരിക്കും ഇനി ഉണ്ടാവുക. ഒരു കൂട്ടം ബജ്രംഗ് ദൾ പ്രവർത്തകർ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഇവരെ വളയുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്ന് റെയിൽവേ പോലീസാണ് ഇവർക്കെതിരെ കേസെടുത്തത്. കണ്ണൂരിലെ ഉദയഗിരി ഇടവകാംഗമാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്. അങ്കമാലി എളവൂർ ഇടവകാംഗമാണ് സിസ്റ്റർ പ്രീതി മേരി. സന്യാസിനിമാർക്കൊപ്പം 3 പെൺകുട്ടികളും ഇവരിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഉണ്ടായിരുന്നു. പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സഭയുടെ ആസ്പത്രികളിലേക്കും പള്ളിയിലേക്കും ജോലിക്ക് വേണ്ടി കൊണ്ടുപോയിരുന്ന ഇവരെയും അക്രമികൾ മർദ്ദനത്തിനിരയാക്കിയിരുന്നു. തിരിച്ചറിയൽ രേഖകൾ അടക്കം കാണിച്ചിട്ടും ഇതായിരുന്നു സ്ഥിതി. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രോശങ്ങൾക്കിടയിൽ റെയിൽവേ പോലീസ് ഇവരെ ലോക്കൽ പോലീസിന് കൈമാറി. തുടർന്ന് സന്യാസിനിമാരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 9 ദിവസത്തിന് ശേഷം സന്യാസിനിമാർ ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ തങ്ങളെ ആക്രമിച്ച തടങ്കലിൽ വെച്ച ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ജ്യോതി ശർമ്മ ഉൾപ്പെടെ 25 പ്രവർത്തകർക്കെതിരെ ആദിവാസി പീഡന നിയമം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുകയാണ് സന്യാസിനിമാരോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ.